ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടിനെത്തുന്നത് ആയിരങ്ങൾ. കേരളത്തിൽ തിരുവാതിര ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചൊവ്വലൂർ ശിവക്ഷേത്രം. നെടുമംഗലത്തിനും കന്യകമാർക്ക് മംഗല്യ സൗഭാഗ്യത്തിനും ശ്രീപാർവതിക്ക് പട്ടും താലിയും ചാർത്തലും ഉമാമഹേശ്വരന്മാർക്ക് മംഗല്യപൂജയും പ്രധാന വഴിപാടായ ക്ഷേത്രത്തിൽ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ദിനംപ്രതി ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്. ഓരോ ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്കായി പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നുണ്ട്. ഡിസംബർ 23 മുതലാണ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് ആരംഭിച്ചത്. ഡിസംബർ 22 നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടുകൂടിയാണ് ക്ഷേത്ര കലവറ സജീവമാകുന്നത്. ഭക്തജനങ്ങൾ സംഭാവനയായി നൽകുന്ന പലചരക്ക് സാമഗ്രികളും പച്ചക്കറികളുമാണ് പ്രധാനമായും ഭക്ഷണം തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത്. രാവിലെ ചായ, ഉപ്പുമാവ് എന്നിവയും തുടർന്ന് 12 മണിവരെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് പായസത്തോടുകൂടി വിഭവസമൃദ്ധമായ സദ്യ, ഉച്ചതിരിഞ്ഞ് ചായ, എണ്ണക്കടി, രാത്രി അത്താഴം എന്നിവയാണ് ക്ഷേത്രത്തിൽ നൽകി വരുന്നത്. മികച്ച പാചകക്കാരുടെ കൈപുണ്യത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. വർഷങ്ങളായി തുടർന്നു വരുന്ന രീതി അനുസരിച്ച് തട്ടകത്തിലെ ഭക്തർ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭഗവാന്റെ പ്രസാദമായി ലഭിക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. ഓരോ ദിവസവും 1000 മുതൽ 1200 വരെയുള്ള ഭക്തജനങ്ങളാണ് ഭക്ഷണം കഴിച്ച് ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് സംതൃപ്തരായി മടങ്ങുന്നത്. ക്ഷേത്രത്തിലെത്തുന്നവരുടെ വയറ് നിറയുമ്പോഴാണ് തങ്ങളുടെ മനം നിറയുന്നത് എന്ന നിലപാടിലാണ് പ്രസിഡന്റായ ബാലകൃഷ്ണൻ നരിയമ്പുള്ളിയും മറ്റ് ക്ഷേത്ര കമ്മിറ്റിക്കാർ. ബാലകൃഷ്ണൻ, കഴിഞ്ഞ 12 ദിവസമായി വന്ന ആയിരക്കണക്കായ ഭക്തർക്ക് നമ്മളിവിടെ ഭക്ഷണം നൽകുകയുണ്ടായി. രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു അതിൻ്റെ? അതികാലത്ത് 6:30 മുതൽ ചായ, ഉപ്പുമാവ് അതിനനുസരിച്ചിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ 8 മണി മുതൽ 11:30 വരെ കഞ്ഞി പുഴുക്ക്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ 12 ദിവസങ്ങളിലും കഞ്ഞി പുഴുക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ 12 മണി മുതൽ ഊണായി. അത് കഴിഞ്ഞ് 2:30-3 വരെ അത് തുടരാറുണ്ട്. അത് കഴിഞ്ഞൊരു ചായ, എന്തെങ്കിലും ഒരു ലഘു കൊടുക്കും. രാത്രി കലാപരിപാടിക്ക് വരുന്ന എല്ലാ ടീമുകൾക്കും ഭക്ഷണം കൊടുത്തിട്ടാണ് ഇവിടുന്ന് വിടുക. സമാപന ദിവസം 1500 മുതൽ 2000 വരെ ഭക്തർ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് കമ്മിറ്റി ഭാരവാഹികൾ. മിനിമം നോക്കിയാൽ നമുക്ക് 1500-2000 പേരിന് കണക്കാക്കാൻ പറ്റും ഒരു ദിവസം. ഊണ് തന്നെ കഞ്ഞി പുഴുക്ക് വേറെ, ഉച്ചയ്ക്ക് ഊണ് മാത്രം 2000. അതേപോലെ രാത്രി എങ്ങനെ പോയാലും ഒരു 500-600 പേരും ഉണ്ട് അന്നദാനം കഴിക്കാനായിട്ട് രാത്രിക്ക്. പുഴുക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറാവുമ്പോൾ ഒരു 40 കിലോ 45 കിലോ ഇത് പയർ തന്നെ വേണം. അതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ പച്ചക്കറികൾ വേറെ ഉണ്ട്. ഒരു 100 കിലോ ഇതാണെങ്കിൽ പയറാണെങ്കിൽ മത്തങ്ങയാണ് പുഴുക്കിലേക്ക്. അപ്പോൾ ഒരു 100 കിലോ മത്തങ്ങയുണ്ട്. മുതിരയാകുമ്പോൾ അതിലേക്ക് ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക ഒരു 50 കിലോ ഇടിച്ചക്ക. മഹാദേവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര ആഘോഷിക്കുന്ന ശനിയാഴ്ച കൂവ പായസത്തോടു കൂടിയാണ് ഭക്തർക്കായി ഭക്ഷണമൊരുക്കുന്നത്. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഊട്ടുസദ്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ കഴിഞ്ഞ 12 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 18,000-ൽ പരം വരുന്ന ആളുകളാണ് ഇവിടെ വന്ന് ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള ഈ അന്നദാനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ക്യാമറമാൻ ശരത് താമരയൂരിനോടൊപ്പം ജോസ് മാളിയേക്കൽ.